ഗായ്സ് എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ കുഞ്ഞാവയുടെ കളിപ്പാട്ടമാണ്. ഇത് ഞങ്ങൾ ഉണ്ണിക്ക് മേടിച്ചൊരു ടോയാണ്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ചെറിയ മോനൊന്ന് എൻഗേജഡായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഈ ടോയിനെ പറ്റി തപ്പണ്. അപ്പം ഇപ്പോഴാണെങ്കിൽ അവന് ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മൂത്താളുടെ കാര്യങ്ങൾ നോക്കാനും ഇതിനൊന്നും എനിക്ക് ടൈം കിട്ടണില്ല അവൻ്റെ ഈ വാശി കാരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റീൽസിലൊക്കെ ഈ ടോയ്സിനെ പറ്റി കേട്ടത്. പിന്നെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുള്ളതും കൂടി ഒരു ടോയാണിത്. അപ്പോൾ ഇത് നല്ലതാണ് കുട്ടികൾക്ക് എന്ന് കേട്ടപ്പോൾ ഞാൻ വാങ്ങിയതാണിത്. അപ്പം ഇനി ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പം നമ്മൾ ഈ സാധനം ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഒക്കെ പീസ് പീസായിട്ടാണ് വന്നുള്ളത്. അപ്പം നമുക്കിനി ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാനും അശ്വതും കൂടിയാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഫിറ്റിങ്ങിലേക്ക് കിടക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കണം. ഫിറ്റ് ചെയ്യാൻ നല്ല ഈസിയാണ്, കാരണം അതിൽ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ആ ഫോട്ടോ നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി. അതിലിതൊരു പിയാനോ പോലെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ പിന്നിൽ ബാറ്ററി ഇടുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ അത് കുട്ടികളെ അതിൽ കിടന്നിട്ട് ഇങ്ങനെ ചവിട്ടുമ്പോൾ അതിലിങ്ങനെ ഓരോ മ്യൂസിക് വരും. എനിക്കിത് ഫിറ്റ് ചെയ്ത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഉണ്ണി കരഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ ബാക്കി ചെയ്തത് മോനാണ്. ഇതെന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ കുറേ തൂങ്ങി കിടക്കാൻ വേണ്ടി കുറേ സംഭവങ്ങളുണ്ട്. അതൊന്ന് പാണ്ട, ടൈഗർ, പിന്നെ ഒരു മിറർ ഉണ്ട്. സൺഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു സെൻട്രൽ മിററായിട്ട് ഒരു സംഭവമുണ്ട്. അങ്ങനെ കുറേ എണ്ണം ഹാങ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പോലത്തെ സംഭവമാണ്. ഇത് നമ്മളിവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് ടൈഗർ, പാണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഞാൻ പറഞ്ഞല്ലോ, അത് ഹാങ് ചെയ്യേണ്ടത്. അങ്ങനെ അത് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഒരെണ്ണം മിറർ ഉണ്ട്. അപ്പോൾ കുഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ അവരെ ഫേസ് അതിൽ കാണും. അപ്പോൾ അവർക്ക് ഒരു കൗതുകമായിട്ട് തോന്നും. പിന്നെ ഈ കുറേ പാണ്ടയും ടൈഗറും ഇതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളുള്ള കാരണം അതിങ്ങനെ കണ്ടിട്ട് കിടക്കുകയും ചെയ്യാം. പിന്നെ കയ്യും ഇതൊക്കെ ആകുമ്പോഴൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ സൗണ്ടും ഉണ്ടാവും. പിന്നെ ഈ കാല് ആ പിയാനോയുടെ ഇതുമ്പോൾ തട്ടുമ്പോൾ മ്യൂസിക്കും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ഇത് വാങ്ങിക്കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്ത് അവനെ കിടത്തി നോക്കിയപ്പോൾ അവൻ തീരെ കളിക്കുന്ന സാധനത്ത് പോലും നോക്കണില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വരൻ ഞാനിത് മേടിച്ച് വെറും വേസ്റ്റായി പോയല്ലോ. എന്നാലും ഞാൻ അവനെ അതിൽ കൊടുന്ന് കിടത്താറുണ്ട്. പിന്നെ അവ അതിൽ കിടന്ന് കളിക്കാനൊക്കെ തുടങ്ങി. ഇപ്പം നന്നായി കളിക്കും. കുഞ്ഞേ കുട്ടികൾ വീട്ടിലുള്ള അമ്മമാരുണ്ടെങ്കിൽ ഇതെന്തായാലും വാങ്ങിച്ചോളൂ. അവരെ എൻഗേജ്ഡായിട്ട് ഇരുത്താൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ലിങ്ക് വേണ്ട ഒരു കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് അയച്ചാൽ ഞാൻ അവർക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.